ഇസ്രായേലിനും സുഹൃത്തായ യുഎസിനും തിരിച്ചടികളുടെ കാലമാണ്. ഗാസയിലെ കൂട്ടക്കുരുതിയെ അപലപിച്ച് കൂടുതൽ രാജ്യങ്ങളെത്തുന്നു. അതിനൊപ്പം ഗാസ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവും ഉയരുന്നു. ഹമാസിനെ നശിപ്പിക്കാനെന്ന പേരിൽ ഗാസയിലെ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ എന്ന ആരോപണമാണ് ഉയരുന്നത്. ഇസ്രായേലിനെയും യുഎസിനെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് പലസ്തീനെ അംഗീകരിച്ച് UK പ്രഖ്യാപനം നടത്തിയത്. കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും പിന്നാലെയാണ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ UKയും അംഗീകരിച്ചത്. ഈ മഹത്തായ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ യുണൈറ്റഡ് കിങ്ഡം പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചതായി പ്രഖ്യാപിക്കുന്നുവെന്നാണ് വീഡിയോ പ്രസ്താവനയിൽ കെയ്ർ സ്റ്റാമർ പറഞ്ഞത്. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന ഭീകരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ സമാധാനം നിലനിർത്താൻ ദ്വിരാഷ്ട്ര പരിഹാരത്തിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സുരക്ഷിതവും സുസ്ഥിരവുമായ ഇസ്രായേലും സ്വതന്ത്രമായ പലസ്തീനും സാധ്യമാകണം. ഇസ്രായേലിലെയും പലസ്തീനിലെയും സാധാരണ ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ അർഹരാണ്. ഗസയിലെ മനുഷ്യനിർമ്മിത മാനുഷിക പ്രതിസന്ധി തീവ്രമായിരിക്കുന്നു. ഇസ്രായേൽ നടത്തുന്ന കനത്ത ബോംബാക്രമണം, പട്ടിണി, പലായനം ഒന്നും ഒരിക്കലും നീതീകരിക്കാനാവുന്നതല്ല. യുഎസിൻ്റെയും ഇസ്രായേലിൻ്റെയും എതിർപ്പ് തള്ളിയാണ് പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാമർ പ്രഖ്യാപനം നടത്തിയത്. പിന്നാലെ ഫ്രാൻസും പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തി. സൗദിയും ഫ്രാൻസും സംഘടിപ്പിച്ച ഉച്ചകോടിയിലാണ് പലസ്തീൻ്റെ രാഷ്ട്രപദവി അംഗീകരിക്കുന്നതായി ഫ്രാൻസ് പ്രഖ്യാപിച്ചത്. അതിനിടെ കൂടുതൽ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തുമെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേലിന് വലിയ തിരിച്ചടി നൽകി 2 സഖ്യകക്ഷികൾ പലസ്തീനെ അംഗീകരിച്ച് പ്രഖ്യാപനം നടത്തുമെന്നാണ് സൂചന. ജർമ്മനിയും ഇറ്റലിയുമാണ് വൈകാതെ പ്രഖ്യാപനം നടത്തുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിലേക്കുള്ള ആയുധങ്ങൾ ഇറ്റലിയിലെ തുറമുഖങ്ങൾ വഴി കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നാണ് തുറമുഖ തൊഴിലാളികൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തുറമുഖ തൊഴിലാളികൾ സമരവും തുടങ്ങിയിട്ടുണ്ട്. മിലാനിൽ വൻ പലസ്തീൻ അനുകൂല പ്രകടനവും നടന്നു. പ്രകടനത്തിന് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. രാജ്യാന്തര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. ഗാസ നടപടിയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതിയും വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇതിനെതിരെ ഫ്രാൻസ് പരസ്യമായി രംഗത്ത് വന്നു. വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമായി 7 ലക്ഷം ഇസ്രായേൽ കുടിയേറ്റക്കാർ കഴിയുന്നുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ഏറെ വിവാദമായ പദ്ധതിയാണ് E1 കുടിയേറ്റ പദ്ധതി. പദ്ധതി അംഗീകരിക്കുമെന്ന പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയത് വലിയ വിമർശനം ഉയർത്തി. കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദം മൂലം പതിറ്റാണ്ടുകളായി E1 പദ്ധതി ഇസ്രായേലിന് നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കുടിയേറ്റക്കാർക്കായി 3000 വീടുകൾ പുതുതായി നിർമ്മിക്കുന്ന പദ്ധതിയാണിത്. പലസ്തീൻ രാജ്യമെന്ന ആശയത്തെ പൂർണ്ണമായും കുഴിച്ചു മൂടുന്നതാണ് E1 നിർമ്മാണ പദ്ധതിയെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിൻ്റെ കുടിയേറ്റ പദ്ധതികളെ രൂക്ഷമായി വിമർശിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ രംഗത്ത് വന്നിരുന്നു. ഇസ്രായേലിൻ്റേത് രാഷ്ട്രീയ പദ്ധതിയാണെന്ന് മാക്രോൺ പറഞ്ഞു. പദ്ധതി ദ്വിരാഷ്ട്ര പരിഹാരത്തിൻ്റെ സാധ്യതയെ ദുർബലപ്പെടുത്തും. പലസ്തീനികളുടെ സമാധാനത്തിനുള്ള അവകാശം നിഷേധിക്കുന്നതാണ് പദ്ധതിയെന്നും മാക്രോൺ കുറ്റപ്പെടുത്തി. ഇസ്രായേലിൻ്റെ വെസ്റ്റ് ബാങ്ക് അധിനിവേശത്തിനെതിരെ പ്രതികരണവുമായി സൗദി അറേബ്യ എത്തി. വെസ്റ്റ് ബാങ്കിൻ്റെ ഏതെങ്കിലും ഭാഗം പിടിച്ചെടുക്കുന്നത് എല്ലാ മേഖലകളിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് സൗദി അറേബ്യ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേലിൻ്റെ പദ്ധതിക്കെതിരെ UAEയും രംഗത്തെത്തിയിട്ടുണ്ട്.